ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയതൊരു വെറൈറ്റി സ്ഥലത്തേക്കാണ്. അപ്പോൾ എവിടെയെന്നല്ലേ, സാധാരണ റെസ്റ്റോറൻറ്റിലാണ് പോണത്. അപ്പോൾ ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ഒലിപ്രങ്കടമുള്ള കള്ള് ഷാപ്പിലാണ് പോയത്. അങ്ങനെ നമ്മൾ ഫുഡിനൊക്കെ ഓർഡർ എടുത്ത് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ ഫുഡ് വന്നു. നല്ല ചൂട് പുട്ടും അതുപോലെ തന്നെ ഞണ്ട് കറി, അതുപോലെ ചിക്കൻ പാർട്സ്. ഇതായിരുന്നു നമ്മുടെ ഫുഡ്. നല്ല ഐറ്റമായിരുന്നു, പക്ഷേ നല്ല എരിവായിരുന്നു. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായി, പക്ഷെ നല്ല സാധനമായിരുന്നേ. അങ്ങനെ ഞണ്ട് കണ്ട, ഞണ്ട് ഇതാണ് ഞണ്ട് കാണാത്തവർക്കായി കണ്ടോളൂ ഞണ്ട് ഇതാണ് ഞണ്ട് കറി നല്ല രസമുണ്ടായിരുന്നു. നുള്ളി പറിക്കാൻ, അതായത് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ റിസ്ക് എടുത്തു. പറിച്ചെടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. അങ്ങനെ ഒരുവിധം നമ്മൾ ഞണ്ട് കറിയൊക്കെ തീർത്തു, അതുപോലെ തന്നെ ചിക്കൻ പാർട്സും തീർത്തു. അങ്ങനെ അതൊക്കെ തിന്ന് കഴിഞ്ഞ് വാവ തിന്നില്ല, കാരണം എരിഞ്ഞിട്ട് വയ്യ, അതുകൊണ്ട് വാവ തിന്നതേ ഇല്ല. അങ്ങനെ അതേ ഞണ്ട് എങ്ങനെ തിന്നണം എന്നുള്ളത് കാണിച്ചു തരുന്നതാണ്. എങ്ങനെ വേണേലും കഴിക്കാൻ കഴിച്ചു, നല്ല രസമുണ്ട്. അങ്ങനെ നമുക്ക് നല്ല ചൂട് ചായ കിട്ടിയിട്ടുണ്ട്. ചൂട് ചായയും നല്ല എരിവുള്ള കറിയും നല്ല കോമ്പിനേഷനാണ്. എരിഞ്ഞ് പണ്ടാറ അടങ്ങിയെന്ന് കേട്ടിട്ടുള്ളൂ. അങ്ങനെ നല്ല ചൂടുള്ള ചായ ആറ്റി കുടിച്ചു. അപ്പോൾ ഈ സംഭവമൊക്കെ ഏകദേശം തീരുമാനമായി, എന്ന് വെച്ചാൽ തീരാറായി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി. എരിവിൻ്റെ കാര്യം പറയാനില്ല, എരിഞ്ഞിട്ട് വയ്യ. അങ്ങനെ നമ്മൾ അടുത്ത സാധനത്തിന് ഓർഡർ കൊടുത്തു. എന്താണെന്നല്ലേ, നല്ല അടിപൊളി കറിയായിരുന്നേ. അങ്ങനെ നല്ല കൂന്തലായിരുന്നു അത്. കൂന്തലിൻ്റെ തലയെടുത്ത് വാവ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ തിന്നാം, പക്ഷേ എങ്ങനെ തിന്നാലും വേണ്ടിയില്ല, എരിഞ്ഞിട്ട് വരിക. അതിലേക്ക് നമ്മൾ വാങ്ങിയത് നല്ല നെയ്പത്തിരി ആയിരുന്നേ, നല്ല പൊരിച്ചെടുത്ത പത്തിരി. അങ്ങനെ എനിക്കിനി വേണ്ട, ആ ഫുഡ് മതി എന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ നെയ്പത്തിരി കൂട്ടിയിട്ട് ഞണ്ട് കറി എങ്ങനെ തിന്നാം എന്നുള്ളതാണ് ഗൈസ്. കണ്ടോളൂ. അങ്ങനെ നല്ല എരിഞ്ഞിട്ട് വെള്ളം കുടിച്ചതിനൊരു കണക്കില്ലാതെ കിളി പോയി പറന്നു പോയി. അമ്മായിരുത്ത അവസ്ഥയായിരുന്നു. എരിഞ്ഞിട്ട് എരിവിൻ്റെ പലതരം അവസ്ഥാന്തരങ്ങൾ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ അത് കണ്ടു. അതാണ് സത്യം. അങ്ങനെ എങ്ങനെ എരിവില്ലാതെ കഴിക്കാതാ, കണ്ണീന്നും മൂക്കിന്നും എല്ലാം വെള്ളം വരുന്നുണ്ട്. എരിവിൻ്റെ പലതരം ഭാവ വ്യത്യാസങ്ങളാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എരിഞ്ഞിട്ടുള്ള ഭാവ വ്യത്യാസങ്ങൾ. അടിപൊളി ഫുഡായിരുന്നേ. അടിപൊളി ഫുഡെന്ന് വെച്ചാൽ അടിപൊളി ഫുഡായിരുന്നു. പക്ഷേ എരിഞ്ഞ് ചത്ത അവസ്ഥ. ഭാവ തന്നെ ഇതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, കേട്ടു നോക്കൂ ഗൈസ്. കണ്ടില്ലേ, ചത്തു എന്ന് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി. വെള്ളം കുടിച്ച് ഇനി വെള്ളം കുടിക്കാനില്ല. അങ്ങനെ അവസാനം ഞങ്ങൾ മിനറൽ വാട്ടർ വരെ വാങ്ങി. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ.